ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു അത്ഭുതമായിട്ടുള്ളൊരു ഹീലിംഗാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് ബ്ലാക്ക് ഐസിൽ തന്നെ ഒന്ന് വീഴാനിടയായി. വീഴ്ചയിൽ നല്ല രീതിയിൽ കൈയും നടുവും എനിക്കിടിച്ചു. എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ഞാൻ വീഴുകയാണ് ഉണ്ടായത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പോടുകൂടെ ഞാൻ അന്നത്തെ ദിവസം ജോലിക്ക് പോയി. പക്ഷെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈയെല്ലാം നീര് വെക്കാനും ശരീരത്തിൽ പല സ്ഥലത്തും കരുനീരിച്ച പാടുകളും പെടലിയൊക്കെ നീരും ഉണ്ടായി. പിറ്റേന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അസഹനീയമായിട്ടുള്ള വേദനയും ശരീരം ഒട്ടും മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുമായി. വീണ്ടും അടുത്ത 2-3 ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ വേദന കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതേ ദിവസം തന്നെ എമർജൻസിയിൽ പോയി. എമർജൻസി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയാൻ സാധിച്ചത് എനിക്ക് മസിൽ സ്ട്രെയിൻ ഉണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്. അപ്പോൾ അവരെനിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തു. പക്ഷേ ഒരുമാതിരി മരുന്നുകളെല്ലാം തന്നെ എൻ്റെ ശരീരത്തിന് അലർജിയാണ്. അപ്പോൾ ആകെ എൻ്റെ മുന്നിലുള്ളത് റെസ്റ്റ് എടുക്കുക, ഈ വേദന സഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറയുകയും ചെയ്തു, ഇനി അടുത്ത 2-3 ദിവസത്തേക്ക് വേദന നന്നായി കൂടിയതിന് ശേഷമേ കുറയത്തുള്ളൂ, നല്ല രീതിയിൽ റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. എന്നാൽ ശനിയാഴ്ച രാത്രിയിൽ എൻ്റെ പാസ്റ്ററും വൈഫും എന്നെ വിളിക്കാനിടയായി. അന്ന് മോളെ വരത്തില്ലേ, നാളെ പള്ളി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ എനിക്ക് പള്ളി വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഒട്ടും ശരീരം അനക്കാൻ പറ്റാനോ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പം റൈഡ് ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പോലും വണ്ടിയിൽ കയറാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്ന് പാസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് എന്നെ ടച്ച് ചെയ്തത്. മോളെ, നിനക്ക് നടന്നു വരാൻ പറ്റുന്നില്ലേ, നീ എഴഞ്ഞെങ്കിലും പള്ളി വന്നു കഴിഞ്ഞാൽ നിനക്കൊരു സൗഖ്യം അവിടെ ഉണ്ട്, അത് നിനക്ക് ഉറപ്പ് തരാൻ പറ്റും, എനിക്ക് ഉറപ്പ് തരാൻ പറ്റും എന്നുള്ളതാണ് പാസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ നാളെ വരും. പക്ഷേ എന്ത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. കാര്യം എനിക്ക് ശരീരം ആകെ വയ്യ. പക്ഷെ ഞാനൊരു വിശ്വാസത്തിലൊരു ചുവടെടുത്തു. ഞാൻ പിറ്റേന്ന് പള്ളി വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ശുശ്രൂഷയിലൊക്കെ തന്നെ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇരുന്നത്. അതെല്ലാം കഴിഞ്ഞ് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പാസ്റ്റർ ഇവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ചെന്നു. പാസ്റ്റർ എന്നെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് രക്തസ്രാവമുള്ള സ്ത്രീ തൊങ്ങലെ തൊട്ടിപ്പോൾ ആ സൗഖ്യം അറിഞ്ഞതുപോലെ തന്നെ ഞാൻ ആ സൗഖ്യം എൻ്റെ ശരീരത്തിൽ ഞാൻ അറിഞ്ഞു. ഫസ്റ്റ് എന്നോട് ചോദിച്ചു, മോളെ പെടലി ഒന്ന് അനക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പെടലി അനക്കിയപ്പം ഞാൻ ശരിക്കും പാസ്റ്ററോട് ചോദിച്ച സത്യം അതല്ലാതെ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു സ്വപ്നം പോലെ, അതായത് എനിക്ക് ഒട്ടും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നിട്ട് എനിക്ക് എൻ്റെ പെടലി അനക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിലെ നീര് പോയി. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയപ്പോഴത്തേക്ക് ദേഹത്തെയും കാലയിലെയൊക്കെ പല കരുനീലിപ്പുകളും അപ്രത്യക്ഷമായിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൽ ആ ഹീലിംഗ് വിസിബിളായിട്ടുണ്ട്. എൻ്റെ തോന്നലല്ല, എൻ്റെ ശരീരത്തിൽ കണ്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളും വിസിബിളായിട്ട് ആ ഹീലിംഗ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റി. എനിക്കപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിനെ വിശ്വസിച്ച് ഒരു ചുവട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു അത്ഭുതമുണ്ട്. നമ്മുടെ ഇടയിൽ ഇന്നും സൗഖ്യമാക്കുന്നൊരു യേശു ജീവിക്കുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ മരുന്നിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. നിങ്ങൾ ഒരു ചുവട് വിശ്വസിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലിയൊരു അത്ഭുതം നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സർവ്വമഹത്വം ദൈവത്തിന് മാത്രം. ഓൾ ഗ്ലോറി ടു ഗോഡ്. താങ്ക് യു സോ മച്ച്.